ഭയങ്കര ഹൊറിബിൾ ആയിട്ടുള്ള ഒരു ഹൊറർ സ്റ്റോറി പറഞ്ഞുതരാം. ഈ കഥയെ നിങ്ങൾ കഥ മാത്രമാക്കി എടുത്താൽ മതി. കഥയിലെ ക്യാരക്ടറിന്റെ പേര് സഞ്ജന എന്നാണ്. ഈ കഥ നടക്കുന്നത് കറക്റ്റ് 1.5 വർഷം മുന്നേ, അതായത് 2024 നവംബറിലാണ്. ഈ സഞ്ജന ചെന്നൈയിൽ നഴ്സിംഗിന് അഡ്മിഷൻ എടുത്ത് ആൾ അങ്ങോട്ടേക്ക് വെക്കേറ്റ് ആയി പോകുന്ന ടൈമിലാണ് നമ്മളെ കഥ സ്റ്റാർട്ട് ചെയ്യുന്നത്. കറക്റ്റ് പറഞ്ഞാൽ ആൾക്ക് അഡ്മിഷൻ എടുത്ത ടൈമിൽ തന്നെ ഹോസ്റ്റൽ നോക്കാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അടുത്ത് തന്നെ ഒരു 2 BHK റൂം എടുത്ത് അങ്ങോട്ടേക്ക് മാറുന്ന ദിവസമാണ്, ആ ഒരു ബിൽഡിംഗിലേക്ക് മാറുന്ന ദിവസമാണ് നമ്മുടെ കഥ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആള് റൂം എടുത്തത് ഒരു പഴയ ബിൽഡിംഗിലായിരുന്നു, അതായത് ഒരു വലിയ ബിൽഡിംഗ് ആണ്. അതിലെ തന്നെ 3rd ഫ്ലോറിലായിരുന്നു ഇവളുടെ റൂം ഉണ്ടായിരുന്നത്. അങ്ങനെ ആള് വെക്കേറ്റ് ആയ ദിവസം തന്നെ താഴത്തെ സെക്യൂരിറ്റി ചേട്ടൻ ചോദിച്ചു ഏതാ റൂം എടുത്തിരിക്കുന്നത്, 1 BHK ആണോ 2 BHK ആണോ അതോ 3 BHK ആണോ റൂം എന്ന് ചോദിച്ചു. അപ്പൊ ആള് പറഞ്ഞു 2 BHK ആണ് എടുത്തിട്ടുള്ളത്. അപ്പൊ ഇയാള് ചോദിച്ചു ഏതാ റൂം. അപ്പൊ സഞ്ജന പറഞ്ഞു 305 ആണ്. ഇത് കേട്ട പാടെ ഇയാളുടെ മുഖം മാറി. ഇയാൾ ചോദിച്ചു വേറെ മോളെ കുറെ 2 BHK ഉണ്ടല്ലോ ഇവിടെ തന്നെ, വേറെ നോക്കിക്കൂടി, എന്തേ ഈ റൂം നോക്കിയെന്ന് ചോദിച്ചേ. അപ്പൊ ഇവള് ചോദിച്ചു എന്തേ റൂമിന് എന്താ പ്രശ്നം എന്ന്. ഈ സെക്യൂരിറ്റി ചേട്ടൻ പറഞ്ഞു മോളെ ആ റൂമിൽ ആര് വന്നാലും 2 മാസത്തിൽ കൂടുതലൊന്നും നിൽക്കലില്ല, ആ റൂമിൽ എന്തൊക്കെ പ്രശ്നം ഉണ്ട് പറഞ്ഞു. ഇത് കേട്ടപ്പോ തന്നെ സഞ്ജന പറഞ്ഞു ആൾക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ തീരെ വിശ്വാസമല്ല കേട്ടോ. ഓക്കെ, നമ്മുടെ കഥാനായിക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബ്രേവ് ആയിട്ടുള്ള പേടിയൊന്നും ഇല്ലാത്ത കുട്ടിയാണ്. അപ്പൊ തന്നെ ഇവിടെ പറഞ്ഞു ഈ 2024 നിങ്ങൾ ഈ പ്രേതവും ഭൂതൊക്കെ വിശ്വസിച്ച് നിൽക്കാണോ, എനിക്ക് അങ്ങനത്തെ പേടിയൊന്നുമില്ല, എനിക്ക് റൂം കണ്ട് ഇഷ്ടപ്പെട്ടു എടുത്തു അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോ പിന്നെ ഇയാളൊന്നും പറയാൻ പോയില്ല. അങ്ങനെ ഇവിടെ സാധനം കൊണ്ട് റൂമിൽ പോയിട്ട് റൂമൊക്കെ ഒന്ന് ക്ലീൻ ആക്കി ഫുഡ് വാങ്ങിച്ചിട്ടാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഫുഡ് കഴിച്ച് ഇവളൊന്ന് കിടന്ന്. ഇതൊരു 6 മണി ടൈമാണ്. ഇവളുടെ ക്ലാസ് കഴിഞ്ഞ് എന്നും വരിക 6 മണി ടൈമിലാട്ടോ. വരുമ്പോ തന്നെ ഫുഡ് വാങ്ങിച്ചിട്ടാ വരിക. എന്നിട്ട് ആ ഫുഡ് കഴിച്ചിട്ടൊന്ന് കിടന്നുറങ്ങിയിട്ട് ഒരു 5-6 അവറൊക്കെ ഉറങ്ങിയിട്ട് ഒരു 1 മണി 12:30 ഒക്കെ ആകുമ്പോൾ ആളെ എണീക്കും. പിന്നെ ഒരു ഏർലി മോർണിംഗ് വരെ, അതായത് ഒരു 3:30-4 മണി വരെ ഇവള് പഠിക്കാനിരിക്കും. അതാണ് ആളുടെ ഒരു റുട്ടീന്. അങ്ങനെ ഈ ദിവസം ഇവിടെ ക്ലീനിങ് കഴിഞ്ഞ് ഫുഡ് കഴിച്ച് കിടന്ന് ഒരു 1 മണിയൊക്കെ ആയപ്പോ എണീച്ച് പഠിക്കാനിരുന്നേ. അങ്ങനെ ഇവിടെ പഠിക്കുന്ന ടൈമിൽ ഒരു 3:30 ഒക്കെ ആയപ്പോ റൂമിൽ നിന്ന് ഇവിടുന്ന് ഭയങ്കര ഒരു സൗണ്ട് കേൾക്കുന്നുണ്ട്. അതായത് ഒരു സ്ട്രേഞ്ച് ആയിട്ടുള്ള സൗണ്ട്. ഇവരുടെ മെയിൻ ഡോറും ലോക്കാണ്, അതുപോലെ തന്നെ റൂം ലോക്ക് ചെയ്തിട്ടാണ് ഇവിടെ ഇരുന്ന് പഠിക്കുന്നത്. ബെഡിൽ തന്നെ ഇരുന്നാട്ടോ പഠിക്കുന്നത്. അങ്ങനെ ഇവിടെ കുറെ ശ്രദ്ധിച്ച് എവിടുന്നാന്നുള്ളത് മനസ്സിലാവുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോ ആ സൗണ്ട് അങ്ങ് പോയി. പിന്നെ ഇവള് തൊയ്വാക്കിനാണ്ട് ഇവളും കിടന്നുറങ്ങി. അങ്ങനെ എന്തെങ്കിലും സൗണ്ട് കേട്ട അപ്പൊ തന്നെ പേടിക്കുന്ന കുട്ടിയൊന്നും അല്ല കേട്ടോ ആള്. ഈ പിറ്റേ ദിവസം എന്നുണ്ടെങ്കിലും ഈ ഒരു ടൈമിൽ റൂമിൽ വന്ന് ആള് കിടന്നുറങ്ങിയിട്ട് പിന്നെ 12:30ക്കാണ് എണീക്കുന്നത്. അങ്ങനെ ഇവള് പഠിക്കാനിരുന്ന് ഒരു 3:30 ഒക്കെ ആയപ്പോ എവിടുന്ന് ഒരു സ്ട്രേഞ്ച് ആയിട്ടുള്ള സൗണ്ട് ഇങ്ങനെ കേൾക്കുന്നുണ്ട്. അതായത് ടൈലിന്റെ മേലെ കൂടെ നമ്മളെ കസാര ഇട്ട് വലിക്കുന്ന ഒരു സൗണ്ട് ഇല്ലേ, അങ്ങനെ കേൾക്കുന്നുണ്ട്. പക്ഷെ ബിൽഡിങ്ങിന്റെ ഏത് ഭാഗത്തു നിന്നാണ് ഇത് കേൾക്കുന്നത് മനസ്സിലാവുന്നില്ലേ. ഇപ്രാവശ്യം ആള് റൂമിന്റെ ഡോർ തുറന്നിട്ട് ഹാളിൽ മൊത്തം നോക്കി. എവിടെ നോക്കിയിട്ട് എവിടുന്നാണ് ഈ സൗണ്ട് എന്ന് മനസ്സിലാവുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോ ഈ സൗണ്ട് നിന്ന്. അപ്പൊ ആള് വിചാരിച്ച് പഴയ ബിൽഡിംഗ് ആണല്ലോ, അപ്പൊ ഇങ്ങനത്തെ സൗണ്ട് ഒക്കെ ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ച് വല്ലാണ്ട് കാര്യമൊക്കെയില്ല. അങ്ങനെ കിടന്നുറങ്ങി. അങ്ങനെ 2-3 ദിവസം കഴിഞ്ഞ് ഒരു ദിവസം ഇതേപോലെ തന്നെ ഇവിടെ പഠിക്കാനിരിക്കുന്ന ഒരു 3:30 ആയപ്പോ ഇവിടുന്ന് വാതിൽ മുട്ടുന്ന സൗണ്ട് ഇങ്ങനെ കേൾക്കുന്നുണ്ട്. ഇവളുടെ റൂമിന്റെ വാതിലല്ല കേട്ടോ മുട്ടുന്നത്, പുറത്തുനിന്ന് ഇവിടുന്ന് വാതിൽ മുട്ടുന്ന സൗണ്ടാണ്. അപ്പൊ ആള് ജസ്റ്റ് ഡോറ് തുറന്ന് ഹാളിൽ ഇറങ്ങി മെയിൻ ഡോർ തുറന്ന് നോക്കി. മെയിൻ ഡോറിന്റെ അവിടെ നിന്ന് ആരുമില്ല. ലൈക്ക് അവിടെ നല്ല മുട്ടുന്ന സൗണ്ട് കേൾക്കുന്നത്. അങ്ങനെ ആള് കിച്ചണിൽ പോയി. കിച്ചണിന്റെ അപ്പുറത്ത് തന്നെ വലിയൊരു ബാൽക്കണി ഉണ്ട്. അതായത് കിച്ചന്റെ ഡോറ് തുറന്നാൽ വലിയൊരു ബാൽക്കണിയാണ് ഉള്ളത്. ആ ഡോറാണ് മുട്ടുന്നത്. ഇത് കണ്ടപ്പോൾ ആൾ കുറച്ച് പേടിയായേ. കാരണം മെയിൻ ഡോറിൽ ആരെങ്കിലും മുട്ടുന്ന പോലെ അല്ലല്ലോ ബാൽക്കണിയുടെ അവിടുത്തെ ഡോറ് മുട്ടുമ്പോ.